ചിത്ത എവിടെ? ചിത്തോ ഈ എവിടെ? ഈ ഞാൻ ഇറങ്ങായിട്ടാ. ഈ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട് ഷമീർക്ക. ആ അല്ലടാ, എങ്ങനെയുണ്ട് ഇപ്പോൾ? വേദനയും കാര്യമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 8-ാം മാസമൊക്കെ ആയില്ലേ, ശ്രദ്ധിക്കണം നമ്മൾ കേട്ടാ. എന്തെങ്കിലും നീ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷമീർക്ക. പിന്നെ ഷെയ്സമ്മോളുടെയും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഷമീർക്ക. നിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാടാ. പക്ഷെ എന്താ ചെയ്യുക, ഉമ്മ ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമോ? എന്താ ചെയ്യുക, നമുക്ക് അങ്ങനെയായി പോയി. നമ്മളിപ്പോൾ നേരത്തെ വിട്ടു പോയില്ലേ. അവരുണ്ടെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ആവില്ലല്ലോ. എനിക്കാണെങ്കിൽ പണിക്കും കാര്യങ്ങൾക്ക് പോകും വേണം. നീയാണെങ്കിൽ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടും ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക, എന്തെങ്കിലും പണിക്കും കാര്യങ്ങൾ പോയാലല്ലേ. നിൻ്റെ പ്രസവമൊക്കെ അടുത്ത് വരല്ലേ, എത്ര പൈസ ചിലവാണ് നിനക്കും അറിയാലോ. പടച്ചോന്തിന് വഴി കാണും. എന്നാൽ ഞാൻ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും വിളിക്കട്ടെ ഷമീർക്ക? അത് വേണ്ട, അത് ശരിയാവില്ല. അതേ, എൻ്റെ പരിചയത്തിലൊരാളുണ്ട്, ഞാൻ ആളിന്ന് വിളിച്ചു നോക്കട്ടെ. ആളെ കെയർ ഓഫിൽ ഏതൊരുത്തുണ്ടെന്ന് എന്താ പറഞ്ഞിരുന്നു, ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്നാലേ ഞാൻ പോട്ടെ, നീ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഷമീർക്ക ശ്രദ്ധിച്ചു പോക്കോളൂ കേട്ടോ. ഓ നമ്പർ ഇവിടെ ഉണ്ടാവില്ലോ. ഹലോ. ഹലോ. ഇക്കാ, ഞാൻ ഷമീറാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരാ സംസാരിക്കുന്നത്? ഇക്കാ, ഞാൻ ഷമീറാണ്. ഞാൻ 2-3 ദിവസം മുമ്പ് ഇക്കാക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീട്ടു ജോലിക്ക് വേണ്ടി ഒരു മനസ്സിലായി. നമ്മുടെ ഏലവത്തൂരിന്നല്ലേ? അതെ അതെ അതെ. അതെ, ഇതുവരെ ആരും വന്നിട്ടില്ല അല്ലേ? ഇല്ലേ, ആരും റെഡി ആയിട്ടില്ല. അതെ, ഞാൻ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു താത്താടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ജോലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഏലവത്തൂരത്തെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പറും കൊടുത്തിരുന്നു. ഞാനേ ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ആരും വന്നിട്ടില്ല അല്ലേ? ഇല്ല, ആരും വന്നിട്ടില്ലേ. അത് നിങ്ങളെ ഞാൻ വിളിച്ചേ, അത്ര അത്യാവശ്യമായിരുന്നേ. വൈഫിനാണ് തീരെ വയ്യം, കാര്യം ചെയ്യാൻ വയ്യ. മനസ്സിലായി. ഞാനേ എന്നാ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ താത്താടെ വീട്. ഞാൻ പോയിട്ടൊന്ന് സംസാരിക്കാം കേട്ടാ. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വരാൻ പറയാ. കുഴപ്പമൊന്നുമില്ലല്ലോ. മതി. കാരണം ഇവിടെ ഒന്നുമില്ല. കാരണം വെച്ചാല് ഇക്കാക്ക അറിയണതല്ലേ, ആ കൂടിയിട്ട് എൻ്റെ വൈഫും മോനും മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ. ഞാൻ പുറത്താണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇത്തരത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറയാം കേട്ടാ. ഞാൻ എന്താ പോയി നോക്കി നോക്കട്ടെ. ഞാൻ വരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എന്താ നടന്നെന്ന് അറിയില്ലല്ലോ. ശരി എന്നാ. ശരി. ഓക്കെ, താങ്ക്സ്. ഇതെങ്കിലും ഒന്ന് റെഡി ആയാൽ മതിയായിരുന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ, റെഡിയാവും. ഇത് വന്നു കഴിഞ്ഞാലേ അവൾക്കായാലും എനിക്കായാലും സമാധാനത്തോടുകൂടി ഇരിക്കാലോ. ഞാൻ പെണ്ണുങ്ങൾ ആരൊക്കെ പൈസ കൊണ്ട് വെച്ചാണ്. അപ്പോൾ പൈസ എടുത്തവർ ഓർമ്മയില്ല. റിഫാ, ഇപ്പം പെൺകുട്ടി എവിടെ? റിഫാ, എനിക്ക് നേരമായി. പൊന്നൂട്ടി, നീ എവിടെ? നീ കൊണ്ട് വന്നേ. എൻ്റെ നേരം വൈകിട്ടാണ് നിൽക്കണേ. ആ ചെക്കൻ എവിടെ? അവൻ കളിക്കാൻ പോയി. എന്താ പഠിക്കാനൊന്നും പോണില്ലേ നിങ്ങള്? ഇത്തിരി കണ്ണു തെറ്റിയാൽ പഠിക്കാൻ പോക്കൊക്കെ അങ്ങനെ എല്ലാം ശരിയാക്കി തരണേ. അമ്മക്ക് എന്തെല്ലാം കാര്യം. ഞാൻ സംഘത്തിലേക്ക് പോകണം. ആ സംഘത്തിലേക്ക് പോകാണ്ടിരിക്കണം. എന്താ പൈസ അല്ല വെക്കാൻ. അപ്പോൾ എടുത്ത ലോൺ പൈസ പോലും വെച്ചിട്ടില്ല. പിന്നെ സമ്പാദ്യം വെക്കണില്ല. ഉമ്മ എങ്ങനെ പോകാനാ? അതിനിടയിൽ നിങ്ങളും ക്ലാസ് മുടക്കി ഇരിക്കും. അല്ലാണ്ട് എന്താ ചെയ്യുക? ഉമ്മ ഓരോ ബേജാറെടുത്തിട്ട് പണിയും ഇല്ല. എന്താ ചെയ്യുക? തല പോഞ്ഞിട്ടാ ഇരിക്കണം. ആ ചെക്കൻ എവിടെ? ചെക്കനെ ഒന്ന് വിളിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ നോക്ക്. വണ്ടി വരാനായില്ലേ? ഇന്ന് ശനിയാഴ്ച മറന്നത്, അതുകൊണ്ട് അവൻ കളിക്കാൻ പോയി. ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച ഇല്ല, ഒന്നും ഓർമ്മയില്ല ഉമ്മാക്ക് ഓരോ ടെൻഷനും കയറി കിടക്കുക. പണിയാണെങ്കിൽ ഇല്ല മോളെ, പെരുന്നാളാണെങ്കിൽ വരുന്നു. ഇപ്പം എന്താ ചെയ്യാന്നൊരു പിടുത്തല്ല. പിള്ള പണിയും കയ്യിൽ നിന്ന് പോയില്ലേ. അതിപ്പോൾ സംഘത്തിലേക്ക് പോകാൻ ഫയൽ ഇവിടെ ആയതുകൊണ്ട് ഫയൽ ആരെങ്കിലും വന്നാൽ കൊടുത്തേക്കായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിതും കൊണ്ട് പോകണ്ടേ. പോയാൽ അവർ പറയും ഇതെന്താ പൈസ എടുത്തിട്ട് തിരിഞ്ഞ് നോക്കണില്ല, നിങ്ങൾ ലോൺ പൈസ അടക്കിയെന്ന് പറയും. ഞാൻ എവിടെ നിന്നാണ് വെക്കുക പൈസ? അതേ മോളെ, ഇത് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. നമ്മൾ വാതിലടച്ചിട്ട് പഠിക്കാനോ എഴുതാനോ ഉണ്ടെങ്കിൽ എഴുതിട്ടാ. വെറുതെ ഇരിക്കണ്ട. പഠിക്കാനുള്ളതോ എഴുതാനുള്ളതൊക്കെ എഴുത്. വാതിൽ ചാരിയിട്ടിട്ട് മോടത്തോളം നല്ല കൊണ്ട് കൊടുത്തുകൊണ്ട് വേഗം വരാം. ഇവിടെ അല്ലേ, ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാം. അതെ, നമ്മളോട് കൊണ്ട് കൊടുത്തിട്ട് വേഗം. നമുക്ക് വയ്യ അങ്ങോട്ടൊന്നും പോകാൻ. നോക്കി പോയിട്ട് വാ.
ആ ഇപ്പാന ഉമ്മച്ചില്ല അവിടെ? അമ്മ വീട്ടിലുണ്ട്. ആ ആ ഇത്ത ഇവിടെ ഇരിക്കുക. ആ അല്ലത്താ, നിങ്ങൾ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു വീട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവാന്നും പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് എന്താ പോവാഞ്ഞേ? എന്നാൽ അവിടുന്ന് ആ കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ അവരെ വൈഫ് കുറച്ച് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അടുപ്പായിട്ട് നിൽക്കുക. അപ്പം നിങ്ങൾ അത് പോകണുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കട്ടെ? അന്ന് പോകാൻ പറ്റില്ല മോനെ. എനിക്ക് പിള്ളേർക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അവരടുത്ത് ആരും ഇല്ലല്ലോ. അത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പൊക്കോണ്ട് എന്താ പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്ന മോനെ. പിന്നെ നമുക്ക് വേറൊരു വരുമാനം ഒന്നും ഇല്ലല്ലോ. ഞാൻ പൊക്കോണ്ട്. ആ അങ്ങനെയാണെങ്കിലേ താത്തൊന്ന് അങ്ങോട്ട് പോവോ? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പറിലേക്ക് വിളിക്കും വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താത്ത എന്നാൽ പിന്നെ ഇന്നോ നാളെ ആയിട്ടെങ്ങാനും അങ്ങോട്ട് പോവുകയാണെങ്കിലേ അവർക്കതൊരു ഉപകാരമായി. അവർ ഒരുപാട് വട്ടം എന്നെങ്ങനെ വിളിച്ച് ചോദിക്കണം. അപ്പം ഞാൻ താത്ത അന്ന് അത്രയും ബുദ്ധിമുട്ട് പറഞ്ഞ കാരണം താത്താർത്തെന്ന് പറഞ്ഞു. ഞാൻ വേറെ താത്തമാരുണ്ടല്ലോ, ഇത് കുഴപ്പമില്ല. ആകെ 2 പേരേ ഉള്ളൂ. പിന്നെ ചെറിയൊരു കുട്ടിയാണ്ട് ഉള്ളത്. പിന്നെ ആ കുട്ടിയുടെ വൈഫാണ് എത്രാണ്ട് ഡെലിവറി 8-ാം മാസം 9-ാം മാസമായിട്ട് നിൽക്കുക. അപ്പം ആ കുട്ടീനെ നോക്കാനും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളൊക്കെ വെക്കണ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താത്തയൊന്നും അങ്ങോട്ട് ചെല്ല്. അന്ന് തന്നെ പോവാൻ മോനെ. വളരെ ഉപകാരമായി മോനെ. അന്ന് എനിക്ക് പോകാൻ പറ്റാത്ത കാരണം ആ പണി പോയിട്ടുണ്ടാവും വിചാരിച്ച്. പിന്നെ ഒന്ന് ചെയ്ത് 2 ദിവസം അവർ ഗൾഫിലേക്കും പോയി. അത് കാരണം വീട്ടിലിരിക്കുക, എന്താ ചെയ്യാന്നൊരു പിടിയില്ലാണ്ടിരിക്കുക. ആ നേരമാണ് മോൻ വന്ന് എന്താ പറഞ്ഞാൽ പഠിച്ചവൻ അയച്ച പോലെ വന്നിട്ട് കാര്യം പറയണം. ഞാൻ പൊക്കൊണ്ട് പോനെ എന്ത് പണി വേണേലും ചെയ്യാം. അത്രയ്ക്ക് ഇടങ്ങേറാ താക്ക്. ആ എന്നാ ശരി താത്ത. അതേ സ്ഥലമൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, എലവത്തൂരിലാണ്. താത്താക്ക് വേണമെങ്കിൽ പോയിട്ട് വരാവുന്നതന്നെ ഉള്ളൂ ട്ടാ. താത്ത നോക്കിയിട്ട് എന്താ ചെയ്യും. ഞാൻ എന്നാ പോവാണ്. ശരി എന്നാ ഞാൻ പോയിട്ട് നോക്കട്ടെ ഈ പിള്ളേ ചെക്കൻ എവിടെ പോയിക്കണാവോ. മോളെ ഈ ഷമീറിന്റെ വീട് എവിടെയാ? 2 വീട് അപ്പുറാണ്. അതെ, ഷമീറിന്റെ വീടാ. ഞാൻ ചോദിച്ചു വരികയാണ് മോളെ. എന്നാ ശരിട്ടാ. ഉണ്ണി കരയണു മോളെ. ഇതന്നെ ആവുള്ളൂ അല്ലേ? 2 വീടിന്റെ അപ്പുറം നല്ല പറഞ്ഞപ്പോ ഈ വീടിനെ ആവുള്ളൂ. ആരാ തത്ത? മനസ്സിലായില്ല. മോളെ വീട്ടു ജോലിക്ക് ഒരാളെ വേണം പറഞ്ഞിട്ട്. പിന്നെ ഇനിയിപ്പോൾ വീട് തെറ്റിയോന്ന് എനിക്കറിയില്ല മോളെ. 2 വീടിൻ്റെ അപ്പുറത്തുനിന്ന് ആ കുട്ടി പറഞ്ഞേ. അപ്പം വന്ന് കോളിംഗ് ബില്ല് അടിച്ചപ്പോൾ മോള് തുറന്നു. പക്ഷെ സമീർ എന്ന് പറയുന്ന ആളുടെ വീട് ഇതാണോ? ആ താത്ത തെറ്റിയിട്ടൊന്നുമില്ല, ഇതന്നെയാണ് വീട്. കുറേ ദിവസമായി അന്വേഷിക്കുന്നുണ്ട് താത്തനെ. താത്ത കയറി വായോ. ആ വരാം. എന്താ പേര്? എൻ്റെ സബീനാത്താന്ന് പറയും. മോളുടെ പേരെന്താ? താത്ത അവിടെ അത്ര വലിയ പണിയൊന്നുമില്ല. എനിക്കൊരു മോളുണ്ട്, പിന്നെ ഇക്കയുണ്ട്. എനിക്ക് കുറച്ച് ചുടുവെള്ളം ഒന്ന് തിളപ്പിച്ച് തരണം, അത്ര തന്നെ പണിയുള്ളൂ. പിന്നെ അടിച്ചു വാരി തുടയ്ക്കുക, പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിടുക, അത്ര തന്നെ പണിയുള്ളൂ ഇവിടെ. ശരി മോളെ, അതൊന്നും സാരില്ല മോളെ. ഇതൊക്കെ പണി കുറവാ. ഓരോ വീട്ടുകളിൽ പോയാലുണ്ടല്ലോ ആൾക്കാരെ എണ്ണം കൂടുതലും അതിനനുസരിച്ച പണികളുണ്ടാവും. ഇതൊക്കെ പണി എന്തിട്ടാ? ഇതൊക്കെ ഞാൻ ഇതുവരെ മിനിറ്റ് കൊണ്ട് ചെയ്യാം മോളെ. കുഴപ്പമില്ല കേട്ടാ. മോള് ചെറിയ കുട്ടിയാണ്, ആൾ കുറവല്ല, അത്രയ്ക്ക് തന്നെ പണി ഉണ്ടാവുള്ളൂ. അമ്മ വേഗം ചെയ്യാം. അപ്പോൾ ഞാൻ പണികൾ നോക്കട്ടെ മോളെന്നാ. നമ്മൾ താത്ത പോയി ഡ്രസ്സ് മാറ്റിക്കോ. താത്ത എങ്ങനെയാണ് പോയി വരിക? ഇല്ല മോളെ, വീട് അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. എനിക്കിതപ്പോൾ ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ വേഗം എത്തും, അല്ലെങ്കിൽ നടക്കണ വഴി തന്നെ ഉള്ളൂ. പിന്നെ കാല് വണ്ടികളൊക്കെ ഇപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയതാ. അത്ര വഴി ദൂരമൊന്നുമില്ല. ശരി, എന്നാൽ താത്ത പോയി ഫർദ് മാറ്റിക്കോ.
ഇതാരത്? ഇത് ഷമീർക്കാണല്ലോ. ഹലോ ഷമീർക്ക. ആ സിത്തോ, എങ്ങനെയുണ്ടോ ഇപ്പോൾ? ഞാനേ നിന്നെ ഒറ്റയ്ക്കായിട്ട് വന്നപ്പോഴേ എനിക്കൊരു സമാധാനമില്ല ഇവിടെ നിന്നിട്ടേ. ആ കിടങ്ങാറായി. എങ്ങനെയുണ്ട് ഇപ്പോൾ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് പെയിനും കാര്യമൊക്കെ ഉണ്ടോ? ഇല്ല ഷമീർക്ക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാലോചിച്ചിട്ട് ഇക്ക ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞില്ലേ ഒരു താത്ത? രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഷമീർക്ക. ആ അതെത്തിയാ അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് കാലത്ത് തന്നെ ജോലിക്ക് പോകുമ്പോൾ എന്നെ ആ ഇക്കാക്ക് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോയത്. എന്തായാലും കുഴപ്പമില്ല, എത്തിയല്ലോ. എങ്ങനെയുണ്ട് താത്ത? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല ഷമീർക്ക, നല്ലൊരു താത്തയാ. വന്നവിടെ എല്ലാ പണിയും നല്ലപോലെ പണി ചെയ്യുന്നുണ്ട് താത്ത. ഇഷ്ടപ്പാടുള്ള താത്തയാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് പാവം തന്നെ തോന്നുന്നു ഈ താത്താനെ കാണുമ്പോൾ. അതേ, പാവം താത്തയാന്ന് പറഞ്ഞിട്ടേ ഒരുപാട് കണ്ട് ഇതാക്കി കൊടുക്കല്ലേ. ഇപ്പത്തെ നിനക്ക് അറിയാലോ, അവസ്ഥകളൊക്കെ നിനക്ക് അറിയണതല്ലേ, ഒരു സ്ഥലത്ത് നടക്കണതൊക്കെ അറിയണതല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിൽക്കാനും പിടിക്കാനൊക്കെ. പാവാന്നിട്ട് ഒരുപാട് തല കയറ്റി വെക്കാനും ഒരുപാട് ഇതാക്കി നിൽക്കല്ലട്ടാ. ആ ഷമീർക്ക, ഇക്ക എവിടെ എത്തി? ആടാ ഒരു 10 മിനിറ്റുള്ളിൽ എത്തുടാ ഞാൻ എന്തായാലും. ആ ഷമീർക്ക, ശരി, നോക്കി ശ്രദ്ധിച്ചു വായോ. ഓക്കെ ഓക്കെ. ആ അതെ മോളെ, പണികളൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടയ്ക്കലും തുണി തിരുമ്പലും തുണി തോരയിട്ട് ഇതേ ഉണങ്ങി, ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു. ഇനി മോൾക്ക് വൈകുന്നേരത്തേക്ക് നോമ്പറക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മോൾ പറയേ, എന്താ ഉണ്ടാക്കേണ്ടത്? ആ പണികളൊക്കെ കഴിഞ്ഞ താത്ത. അന്ന് തന്നെ നോമ്പ് തുറക്കൊന്നും ഉണ്ടാക്കൊന്നും വേണ്ട. എനിക്ക് കുറച്ച് ചുടുവെള്ളം വെച്ച് തന്നാൽ മതി. അപ്പോൾ ഞാൻ ആ വട്ടയിൽ തന്നെ ചൂടുവെള്ളം വെക്കട്ടെ മോളെ. അല്ല, നോമ്പറക്കാനൊന്നും ഉണ്ടാക്കണ്ടേ? ഇല്ല, നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും ഷമീർക്ക് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ ശരി മോളെ, തന്നെ വട്ടയിൽ ചൂടുവെള്ളം വെക്കട്ടെ കേട്ടാ. ആ ഈ ഇവിടെ ഇരിക്കുക. അതിലടാ ഞാനേ ഒരു കാര്യം ചോദിക്കാൻ നീ. ഇനി ശരിക്കും ഡേറ്റ് എപ്പോഴാണ് വരുന്നത്? ഇനിയിപ്പോൾ 8ാം മാസമല്ലേ എനിക്ക് വരുന്നത്? ആ ഇക്ക, എനിക്ക് 8ാം മാസം സ്റ്റാർട്ടായി. അതല്ല, ഡെലിവറി ഡേറ്റ് എപ്പോഴാണ് ഡോക്ടർ പറഞ്ഞേ? 9ാം മാസം 14 പറഞ്ഞിരിക്കുന്നത്. 9ാം മാസം 14 അല്ലേ? ആ ഓക്കെ. എന്താ കാരണം വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് ഡോക്ടർ പറഞ്ഞ ഡേറ്റിനെയും കാട്ടി 1-2 ആഴ്ച മുമ്പ് തന്നെ പ്രസവിച്ച്. അപ്പോൾ എനിക്ക് അതൊരു പേടിയായി. ഇതിപ്പോൾ ഏകദേശം അടുത്തായല്ലോ. മൊത്തം ഇപ്പോൾ ഓഫീസിലൊക്കെ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് ഫുൾ ടൈം ഇതന്നെ ആലോചന. അറിയാൻ പറ്റില്ലല്ലോ നമുക്ക്. 8ാം മാസം ലാസ്റ്റ് ആയിട്ടൊരു സ്കാനിങ് ഇല്ലേ? അപ്പോൾ പോകുമ്പോൾ ഡോക്ടർ പറയും ഡെലിവറി ഡേറ്റ് എപ്പോഴാണെന്നൊക്കെ. ആ ഈ 8ാം മാസം പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയുമായിരിക്കും അല്ലേ ഫിക്സഡ് ഡേറ്റ്? അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഒരു നിമിഷം പേടിച്ചേ. ഞാൻ അത് ഏകദേശം അടുത്തായില്ലേ, അതുകൊണ്ട് പേടിച്ചത്രേ. അല്ല അതൊക്കെ പോട്ടെ, എവിടെ ആരൊക്കെ വന്ന് കേട്ട്, താത്തൊക്കെ വന്ന് കേട്ട്, എവിടെ ആളാ? ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ. എവിടെ ആൾക്കാർ? ഇവിടെ ഉണ്ട് ഷമീർക്ക. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പണിയെല്ലാം കഴിഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ബാക്കിലേക്ക് എനിക്ക് ചുടുവെള്ളം വെക്കാൻ വേണ്ടി പോയിക്കാണ് താത്ത. ആ അവിടെ ഉണ്ട് അല്ലേ? ആ പിന്നെ ഞാൻ പറയാൻ വെച്ചാൽ താത്ത തലയെ കയറ്റി വെക്കാനും പിടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. എങ്ങനെയാണ് നോർമലി അങ്ങനെ തന്നെ പെരുമാറിയാൽ മതി. പിന്നെ ഉണ്ണിയുടെ സ്വർണ്ണം കാര്യമൊക്കെ ഉള്ളതാണ്. ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൊക്കെ വേണം. കാരണം നമുക്കറിയാൻ പാടില്ല ഈ വരുന്ന മനുഷ്യന്മാർ എങ്ങനെയാണ്, ഏത് രീതിയിൽ, ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കാർ പോയി നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ എപ്പോഴും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് നിൽക്കുക, നല്ല രീതിയിൽ പെരുമാറുക, അങ്ങനെ മതി. അല്ലാണ്ട് ഒരുപാട് തല കയറ്റി നിന്ന് കഴിഞ്ഞാൽ അനുഭവിക്കും. ഒരുപാട് സ്ഥലം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് ഇടണം കേട്ടോ. അങ്ങനെയൊന്നുമില്ല ഷമീർക്ക, അതൊരു പാവം താത്തയാണ്. ആ താത്തയുടെ ജോലി നോക്കിയിട്ട് ആ താത്ത ഇരിക്കുന്നുണ്ട്. ആ ഞാൻ നിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കുന്ന പറഞ്ഞത്, അല്ലാണ്ട് ആ താത്ത കക്കും പിടിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെ താത്തൻ്റെ? എവിടെ? ആ താത്ത അപ്പുറത്തുണ്ട്. ആ ആ ദേ വരാനായി ഉമ്മ. രണ്ടുപേരും കിടന്ന് തല്ലു കൂടണ്ടട്ടാ. ആ കുട്ടി ചെറുതല്ലേ, അവനെന്തിനാ നീ പിടിച്ചിങ്ങനെ അടിക്കണേ? വെറുതെ അവനെ പിടിച്ചിട്ട് ഇടി കൂടണ്ടായിട്ടാ. നീ വലിയ കുട്ടിയായില്ലേ? അതെ, ഇന്ന് ശനിയാഴ്ചയെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ എന്താ പറഞ്ഞിട്ട് വന്നേ? എഴുതാനുള്ളത് എഴുത്, പഠിക്കാനുള്ളത് പഠിക്കുന്നു പറഞ്ഞില്ലേ? അവനെ കണ്ടില്ല, അവനോട് പറഞ്ഞ് മനസ്സിലാക്കൊക്കെ നീയല്ലേ? നീ എന്നെ ഇങ്ങനെ തോട്ടിയിട്ട് നിൽക്കുക. സമയമായി, ട്യൂഷന് പോകാൻ നോക്ക് രണ്ടാളും.
കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ട്യൂഷന് പോകാൻ ആ വീട്ടു ജോലിക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഫോം വിളിച്ചോണ്ടിരിക്കുകയാണോ? ഇതാണ് നിങ്ങളുടെ വീട്ടു ജോലി? ആ മോനെ, ഞാനേ ചൂടുവെള്ളം തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചതാ. പിള്ളേരെന്ത് ചെയ്യണമെന്ന്. ഇന്ന് ശനിയാഴ്ച അല്ലേ, രണ്ടാളെ ഒറ്റക്കല്ലേ. അപ്പോൾ നല്ല ഇടി കൂടും അവിടെ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. അപ്പോൾ ട്യൂഷന് പോകാൻ സമയമായി. അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മല്ലാത്തല്ലേ പോകില്ല. അപ്പോൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ ട്യൂഷന് പോകുകയും പറഞ്ഞിട്ടേ. അതാണ്, അല്ലാണ്ട് ഇവിടെ വന്നിരുന്ന് വർത്താനൊന്നും പറയണ മോനെ. അതെ, നിങ്ങൾ ഫോം വിളിക്കേ അല്ലെങ്കിൽ വീട്ടിൽ വിശേഷമോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങളിവിടെ എന്തിനാ വന്നേ? വീട്ടു ജോലിക്ക് വന്നാണ്. വീട്ടു ജോലിയും കാര്യം ചെയ്യുക, അതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുക. മാസം എണ്ണി തരുന്നത് ഞാനാണ്. അപ്പോൾ ആ രീതിയിലുള്ള പണി എന്തെങ്കിലും കാണിക്കണം. അല്ലാണ്ട് നിങ്ങളിവിടെ ചൂടുവെള്ളം തിളപ്പിച്ച് മറ്റൊരു കഴിഞ്ഞാണ്ട് ഇരുന്ന് വീട്ടിൽ വിശേഷം ചോദിക്കുക, വിളിക്കുക അതല്ല വേണ്ടത്. പണിക്ക് വന്നു കഴിഞ്ഞാൽ പണി എന്താണോ ആ കാര്യം നോക്കി ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ പിന്നെ. കേട്ടല്ലോ? എന്താ മോനെ എങ്ങനെയൊക്കെ പറയണേ? എൻ്റെ വീട് പോലെ ഞാൻ വന്ന എല്ലാ പണിയും ചെയ്ത. കുട്ടി പാവല്ലേ, അവള് കയ്യിലൊരു കുട്ടി, വയറ്റിലൊരു കുട്ടി. അത് കണ്ടിട്ട് ഞാൻ എല്ലാ പണിയും ചിലപ്പോൾ ഒക്കെ വയ്ക്കുന്ന ഒരു തരിയൊക്കെ ഇരിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് അത്ര പോലും ഇരുന്നിട്ടില്ല. വന്നതും തൊട്ടുള്ള പണിയാണ്. എല്ലാ പണിയും വൃത്തിയാക്കി അടിക്കലും തുടക്കലും കംപ്ലീറ്റും കഴിഞ്ഞ്. പിന്നെ വീട്ടിലിപ്പോൾ നേരെ ഇത്രയായപ്പോൾ കുട്ടികൾ പിന്നെ ട്യൂഷന് പോകില്ല. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് പോകാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. അല്ലാണ്ട് ഞാൻ ഫോണിൽ കൂടി വിളിച്ചിട്ട് സംസാരിക്കണമെന്നല്ല. മോനെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ആ ശരി ശരി. ഇനി നിങ്ങളുടെ കണ്ണീര് കാച്ച് നിങ്ങളുടെ സങ്കട കാശ് എനിക്ക് കേൾക്കാൻ വയ്യ എനിക്ക്. അത് നിങ്ങളെ ചൂടുവെള്ളം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അത് നേരെ കൊണ്ട് ബാത്റൂമിൽ വയ്ക്കാൻ നോക്കിയേ കേട്ടാ. ഓ, എന്താ ഈ കുട്ടി ഇങ്ങനെ പറയണേ? അതിനും വേണ്ടി ആ പെൺകുട്ടി പാവാ. ചെക്കൻ ഭയങ്കര സാധനം.